بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി, പൊതുജന സേവനത്തിനു വേണ്ടി, സമൂഹത്തിൻ്റെ സംസ്കരണത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഏറ്റവും ഉപരി നമ്മുടെ ഈമാനും അമലും കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് അള്ളാഹുവിന് ജീവിതവും ശരീരവും ആത്മാവും സമ്പത്തും എല്ലാം സമർപ്പിക്കാൻ സന്നദ്ധരായ പ്രവർത്തകരാണ് നമ്മളെന്ന് നാം ആദ്യമേ മനസ്സിൽ ഉറപ്പിക്കുക. മഹാനായ ബദ്റുസാദാത്ത് തങ്ങളവറുകൾ വളരെ ബൃഹത്തായ ഉപദേശമാണ് നിങ്ങൾക്ക് നൽകിയത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഈമാനുള്ളവർ അവരുടെ ശരീരങ്ങളും സമ്പത്തുകളും പകരം സ്വർഗം നൽകും എന്ന നിലക്ക് അള്ളാഹു വിലക്ക് വാങ്ങി എന്നാണ് പറഞ്ഞത്. അവരുടെ സ്വഭാവമാണ് യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂൻ വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീൽ വൽ ഖുർആൻ. അവർ തിന്മകളെ ഇല്ലാതെയാക്കുന്നു, നന്മകൾ നിലനിർത്തുന്നതിനു വേണ്ടി അവർ ഇല്ലാതെയാവുകയാണെങ്കിൽ അതിനെ അവർ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ യഖ്തുലൂന വയുഖ്തലൂൻ, അവരെ സംബന്ധിച്ചിടത്തോളം നന്മ നിലനിൽക്കണം, തിന്മകൾ ഇല്ലാതെയാകണം. അതിനു വേണ്ടിയുള്ള സമരത്തിലാണവർ. അങ്ങനെയുള്ള കക്ഷികൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അവരുടെ പോരാട്ടം അള്ളാഹുവിൻ്റെ വഴിയിലാണ്. അള്ളാഹുവിൻ്റെ വഴി അത് സിറാത്തുൻ മുസ്തഖീമാണ്, നേർക്ക് നേരെയുള്ള വഴിയാണ്. അതിൽ അക്രമമില്ല, അനീതിയില്ല, അനാശാസ പ്രവർത്തനങ്ങളില്ല, അതിൽ അഴിമതിയില്ല. അള്ളാഹുവിൻ്റെ വഴിയിൽ വർഗീയതയില്ല, അള്ളാഹുവിൻ്റെ വഴിയിൽ വിവേചനമില്ല. അള്ളാഹുവിൻ്റെ വഴി വളരെ സുതാര്യമാണ്.
ശരിയായ മാർഗമാണ്. എല്ലാവർക്കും നീതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെയ്യുന്ന കുറേ മിമ്പറുകൾ മഹാനവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല. അലി റളിയല്ലാഹു അൻഹു വല്ല പാപവും ചെയ്തിട്ടല്ല. പക്ഷേ പലപ്പോഴും ഭൗതിക താൽപ്പര്യമുള്ള ആളുകൾ അവരുടെ ഭൗതിക താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടി എത്ര നല്ലവരെയും മോശമാക്കി സംസാരിക്കുകയും എത്ര നല്ലവരെയും ശപിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചില രാഷ്ട്രീയ പ്രേമികൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ശപിക്കാൻ പള്ളിയിലെ മിമ്പർ ഉപയോഗപ്പെടുത്താൻ ചില പണ്ഡിതന്മാർക്ക് നിർദ്ദേശം നൽകിയത്. അത് കേട്ട് വിഷമിച്ച ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഉടനെ നടത്തിയ ഓർഡറാണ്, ഇനിമേലിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരക്ഷരം ഒരു മിമ്പറിലും മിണ്ടാൻ പാടില്ല. മറിച്ച് അതിന് പകരം ഈ ആയത്തോദണം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. നിശ്ചയം അല്ലാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നു. നീതി എന്നത് എല്ലാവർക്കും ലഭിക്കേണ്ട കാര്യമാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ. നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു. എല്ലാവർക്കും ഗുണം ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളുടെ ആടുകളെ കറന്നു കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. മഹാനവറുകൾ ഭരണമേറ്റെടുത്തപ്പോൾ ആ വീട്ടിലെ പെൺകുട്ടി ഉമ്മയോട് വിളിച്ചു പറയുന്നു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു പോയി, ഇനി നമുക്ക് ആട്ടിനെ കറക്കാൻ ആരെയാണ് ലഭിക്കുക? അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ വിളിച്ചു പറഞ്ഞു, രാവിലെ സാധാരണ പോലെ ആട്ടിനെ കറക്കാൻ ഞാൻ എവിടെ എത്തും? സുഹൃത്തുക്കളെ, സ്ഥാനം കിട്ടാൻ വേണ്ടിയല്ല, ഒരു ഉന്നത പദവിയിലെത്താൻ വേണ്ടിയല്ല സേവന പ്രവർത്തനങ്ങൾ, മറിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഏത് സാന്ത്വന പ്രവർത്തനം നടത്തുമ്പോഴും ഏത് സേവന പ്രവർത്തനം നടത്തുമ്പോഴും അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ ആ പരിപാടിയൊക്കെ വെറുതെയാണ്. മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അല്ലാഹു തആല വർദ്ധിപ്പിച്ച് അതിന് പ്രതിഫലം നൽകും. അതേസമയം വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലവനും ദുന്യവിയായ സ്ഥാനമോ കാര്യമോ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അള്ളാഹു പറഞ്ഞു, നൂതിഹി മിൻഹാ, അവന് നമ്മൾ ദുന്യാവിലുള്ള സ്ഥാനമോ മാനമോ അധികാരമോ ആളുകളെ പുകഴ്ത്തലോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ കുറേ ഏറെ ബഹുമാനങ്ങളോ ആദരവുകളോ അങ്ങനെ മെമൻറ്റോകളോ പലതും ലഭിച്ചു എന്ന് വരും. നൂതിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. ആഖിറത്തിലൊന്നും കിട്ടുകയില്ല. അള്ളാഹു കാക്കട്ടെ. അപ്പം ശരിയായ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനം, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇ ദിൽ ഖുർബാ. സ്വന്തം കുടുംബങ്ങളെ മറന്നു പോകാൻ പാടില്ല. പ്രവർത്തനത്തിൽ നമ്മൾ എത്ര നിരതരാകുമ്പോഴും ബാപ്പ ഉമ്മയെ ശുശ്രൂഷിക്കുന്നത് മറക്കരുത്, ബാപ്പ ഉമ്മയുടെ പൊരുത്തം മറക്കരുത്, കുടുംബത്തിനെ നോക്കുന്നത് മറക്കരുത്. വഈതാഇ ദിൽ ഖുർബാ, ബന്ധപ്പെട്ടവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനം നടത്തണം. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഒരു പ്രവർത്തകനെ സംബന്ധിച്ച്
ജനങ്ങൾക്കിടയിൽ വഷളത്തരമുണ്ടാകുന്ന യാതൊന്നും നമ്മളറിയാൻ ഒരു സാഹചര്യമുണ്ടാകരുത്. നമ്മുടെ സാഹചര്യം വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞതുപോലെ 1000 ഉപദേശത്തെക്കാൾ വലുതാണ് ഒരു മനുഷ്യൻ്റെ കൃത്യമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ നല്ല പ്രവർത്തകരാണ്, പക്ഷേ ഏതെങ്കിലും ഒരു രംഗത്ത് ജനങ്ങൾക്കിടയിൽ വഷളായി പറയപ്പെടുന്ന വല്ല പ്രവർത്തനവും നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ അതിൻ്റെ നാശം വളരെ വലുതാണ്. പടച്ചവൻ്റെ അടുക്കൽ നമുക്ക് ശിക്ഷയുണ്ട് എന്നത് മാത്രമല്ല, നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അതെല്ലാം ആ പ്രസ്ഥാനത്തെ ബാധിക്കും, നേതൃത്വത്തെ ബാധിക്കും, നമ്മുടെ ദീനിനെ ബാധിക്കും എന്ന നല്ല ബോധം നമുക്കുണ്ടാകണം. ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് തെറ്റ് സംഭവിക്കുന്നത് പോലെയല്ല, നമ്മിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റായ കാര്യങ്ങൾ അത് വിരോധിക്കുന്നു. അവിടെ തെറ്റ് തെറ്റാണെന്ന് തന്നെ പറയണം, തെറ്റ് തെറ്റാണെന്ന് തന്നെ മനസ്സിലാക്കണം. അതിനെതിരെ പറയേണ്ട സ്ഥലത്ത് പറയുകയും വേണം. ഇല്ലെങ്കിലോ പടച്ചവൻ ശിക്ഷിക്കും. നേരത്തെ തങ്ങളവറുകൾ അതാണല്ലോ സൂചിപ്പിച്ചത്. നമ്മൾ വലിയ ആബിദാണ്, ആലിമാണ്, പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ഇരിക്കുകയും മറ്റുള്ളവരെന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല എന്ന് വരികയും ചെയ്താൽ ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅക്ലിഹിമുസ് സുഹ്ത ലബിഅസ മാ കാനൂ യസ്നഊൻ എന്ന് പരിശുദ്ധ ഖുർആൻ ജൂത നസാറ പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഅനത്തുള്ളവരായി മാറിപ്പോകും. എപ്പോഴും സത്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും സത്യം നിലനിർത്തി ജീവിക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ വലിയ പോരാട്ടമെന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം, യുഖാതിലൂന ഫീ സബീലില്ലാഹ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഘോരമായ പോരാട്ടത്തിൽ, യുദ്ധത്തിൽ തന്നെ പങ്കെടുത്തിരുന്ന സഹാബത്ത് ആ യുദ്ധത്തിനിടയിൽ പോലും നിസ്കാരം ഖളാ ആക്കാൻ അവർക്ക് അനുമതി കൊടുത്തിട്ടില്ല, നിസ്കാരം ഒഴിവാക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. ജമാഅത്തായി തന്നെ നിസ്കരിക്കണം എന്നാണ് നിർദ്ദേശം. അതുകൊണ്ടാണ് 2 ബാച്ചാക്കി, ഒരു ബാച്ചിനെയും കൂട്ടി നബി തങ്ങൾ നിസ്കരിക്കുകയും ഒരു ബാച്ച് അതേ സമയത്ത് അവിടെ കാവലിന് വേണ്ടി കാത്തു നിൽക്കുകയും ഈ ബാച്ച് പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞ് പോയി രണ്ടാമത്തെ ബാച്ച് വന്ന് ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുകയും ചെയ്യണം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഒരു നിർവാഹവുമില്ലാത്ത പോരാട്ടമാണെങ്കിൽ അവിടെ ഫരിജാലൻ ഔ റുക്ബാനൻ, അവിടെ ഓടിയിട്ടോ നടന്നിട്ടോ ചാടിയിട്ടോ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. നമ്മുടെ ഇബാദത്തുകളിൽ ഒരു വിഘ്നവും വരാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു സലാത്ത് ചൊല്ലിയാൽ അതൊരു ബറക്കത്താണ് എന്ന് തോന്നുന്നു. സലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ ثم كل الصحابة. ഇരുന്നോളൂ. അവിടെ നമ്മെ ആര് എന്തു പറയും അത് നമുക്കൊരു വിഷയമേ അല്ല. നമ്മെ അവർ ജനങ്ങൾക്കിടയിൽ കൊന്നു തള്ളും, അത് പ്രശ്നമേ അല്ല. അതാണ് ഫയഖ്തുലൂന വയുഖ്തലൂൻ, തിന്മകളെ അവർ ഇല്ലാതെയാക്കും. അവർ ഇല്ലാതെയാകുന്നത് അവർക്ക് പ്രശ്നവും അല്ല. ആ രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവർ. വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, സർവഗ്രന്ഥങ്ങളിലും അല്ലാഹു തആല നൽകിയ വാഗ്ദത്തമാണ്. നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിച്ചോളൂ നിങ്ങളുടെ ശരീരം, അള്ളാഹുവിന് സമർപ്പിച്ചോളൂ നിങ്ങളുടെ സമ്പത്ത്, അള്ളാഹു പകരം സ്വർഗം തരും. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാറ് പൂർത്തീകരിക്കുന്നവൻ വേറെ ആരാണ്? ഫസ്തബ്ശിറു, അതിനാൽ സന്തോഷിച്ചോളൂ. ബിബൈഇക്കുമുല്ലദീ ബായഅതും ബിഹി, നിങ്ങൾ പടച്ചവനുമായി നടത്തിയ ഇടപാട്, ആ ഇടപാടിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ. വദാലിക ഹുവൽ ഫൗസുൽ അസീം, അതാണ് മഹത്തായ വിജയം. ആ വിജയം കൈവരിക്കാൻ വേണ്ടി ആയിരിക്കണം
നമ്മുടെ പ്രവർത്തനം അവിടെ പിന്നെ ജനങ്ങളുടെ പ്രശംസയോ ജനങ്ങളുടെ തള്ളിപ്പറയലോ ജനങ്ങളുടെ തെറ്റിദ്ധാരണകളോ ശരിയായ ധാരണകളോ ഒന്നും നമുക്കൊരു വിഷയമേ അല്ല. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക്. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി നമ്മുടെ പ്രവർത്തനവുമായി നമ്മൾ മുമ്പോട്ട് പോവുക. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന സവിശേഷതകൾ അള്ളാഹു അവിടെ പറയുന്നു. അത്താഇബൂൻ, അവരെപ്പോഴും ഖേദം പ്രകടിപ്പിക്കുന്നവരാണ്. അവരെപ്പോഴും ഖേദം പ്രകടിപ്പിക്കുന്നവരാണ്. അഥവാ എത്ര തന്നെ സൽക്കർമ്മം ചെയ്താലും ഞാനൊരു സൽക്കർമ്മം ചെയ്തവനാണ് എന്ന നാട്യമോ ഞാനൊരു നല്ലവനാണെന്ന ചിന്തയോ വരുന്നതിന് പകരം എൻ്റേതൊന്നും പോരാ, എൻ്റെ പ്രവർത്തനങ്ങൾ പോരാ, എൻ്റെ അമലുകൾ പോരാ, അങ്ങനെ നന്മകൾ ചുരുങ്ങിപ്പോയതിലും തിന്മകൾ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്നതിലും വലിയ ഖേദം പ്രകടിപ്പിക്കുന്നവരാണവർ. അൽ ആബിദൂൻ, അവർ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരാണ്. അൽ ഹാമിദൂൻ, എപ്പോഴും പടച്ചവനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു ഞങ്ങളെ ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തിയല്ലോ, ഈ ഒരു പ്രവർത്തനത്തിന് അള്ളാഹു ഞങ്ങളെ സന്നദ്ധരാക്കിയല്ലോ എന്നതിൽ പടച്ചവന് എപ്പോഴും ഹംദ് ചെയ്യേണ്ടവരാണ്. അൽഹംദുലില്ലാ. നമ്മൾ ഞാൻ പ്രത്യേകമായി പറയുകയാണ്, ഇന്നലെ രാത്രി വന്ന് കിടക്കാൻ നോക്കുമ്പോൾ ഒരാൾ അയച്ച ഒരു മെസ്സേജ് കണ്ടു. ആ മെസ്സേജിൻ്റെ ചുവടെ അദ്ദേഹം അയച്ചു തന്ന ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഈ അടുത്ത് വലിയ ചർച്ചയായ ഒരു ടീമിനെ സംബന്ധിച്ച് അവരുടെ ഒരു പരിപാടിയുടെ ക്ലിപ്പാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ടീമിനെക്കുറിച്ച് തന്നെ അറിയാത്തവനാണ് ഞാൻ. അതേ സമയത്ത് നമ്മൾ മുമ്പേ പറഞ്ഞു വരുന്നൊരാശയമുണ്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളുമായി നമുക്ക് ബന്ധം പാടില്ല എന്നത്. അത് നമ്മളെ ആശയമല്ല, ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. ലാ തർക്കനു ഇലല്ലദീന ളലമു ഫതമസ്സക്കും നാർ. നിങ്ങളൊരിക്കലും തന്നെ അക്രമം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന കക്ഷികളുമായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല, അപ്പോൾ നിങ്ങളെ നരകം സ്പർശിക്കും എന്നത് ഖുർആൻ പഠിപ്പിച്ച ഒരാശയമാണ്. അതാണ് നമ്മൾ അയിമ്മത്തൊക്കെ പറഞ്ഞത്, സഹാബത്ത് നടപ്പാക്കിയത്, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഹദീസ് തന്നെ കൊണ്ടുവന്നതാണല്ലോ. ഖദരിയാക്കൾ എന്ന് പറയുന്ന പുത്തനാശയക്കാർ, അവരെ സംബന്ധിച്ച് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളവരെ കണ്ടാൽ എൻ്റെ സലാം പറയേണ്ട കേട്ടോ എന്നല്ലേ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ ഹദീസാണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവരും ഞാനുമായി ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് മഹാനവറുകൾ ആദ്യം തന്നെ ചെയ്തത്. ഇനി ഞാൻ അവരുമായി ബന്ധമില്ല, അവർക്ക് ഞാനുമായും ബന്ധമില്ല എന്ന് പറയണം എന്നാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിൻ്റെ മകനാണ്, മുത്തബിഉ സുന്നയാണ്, അള്ളാഹുവിൻ്റെ റസൂലിനെ നിഴല് പോലെ തുറന്ന് ജീവിച്ച മഹാനാണ്. ഇരിക്കട്ടെ, അതേ സമയത്ത് ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത ആളാണ്. വലിയ ധിക്കാരങ്ങളും വലിയ അക്രമങ്ങളും പലരും നിർവഹിക്കുമ്പോൾ പോലും മഹാനവറുകൾ സൈലൻ്റായി നിന്ന് ഹക്ക് പറയുക മാത്രം ചെയ്തുകൊണ്ട് അത്തരം ഭൗതിക വിഷയത്തിലേക്കൊന്നും ചിന്തിക്കാത്ത ആളാണ്. ആ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആദർശപരമായ വിഷയം വന്നപ്പോൾ പറഞ്ഞതാണ്, നിങ്ങളവരെ കണ്ടാൽ പറഞ്ഞേക്കണം ഞാനും അവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്നത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒന്നാമത്തെ ഹദീസ് തന്നെ അതാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ അത് പല രൂപത്തിലും ചർച്ചകൾ വന്നു. പക്ഷെ അതിൽപ്പെട്ട ഒരു കക്ഷികളുടെ അതിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ചിത്രമാണ് എനിക്ക് അയച്ചു തന്നത്. ഞാനത് കണ്ടപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കിയിട്ടോ അതിനെ മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിലും പറഞ്ഞത് നന്നായും തോന്നി. കാരണം എന്തുകൊണ്ട്? അതിൽ കാണുന്നത് 3 സ്ത്രീകൾ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുകയാണ്. ആ പാട്ട് ഒരു പ്രാർത്ഥനയാണ്. ഒരു സ്ത്രീ മുസ്ലിം പെണ്ണാണ്, 2 സ്ത്രീകൾ അമുസ്ലിങ്ങളാണ്. പാടുന്ന പാട്ട് ഒരിക്കലും തൗഹീദിനോട് യോജിക്കുന്നതല്ല, ശിർക്ക് വരാൻ സാധ്യതയുള്ള പാട്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ ചിലർ സൂഫി ഗാനം എന്ന പേരിൽ എന്തെല്ലാമോ പാടുന്ന കുറേ കക്ഷികളുണ്ട്. അതേപോലെ തന്നെ ഈ പാട്ടും സുബ്ഹാനല്ലാഹ് പറയുന്നത് ഈമാനിന് കേടുവരുന്ന പാട്ടാണ്. അത് പാടുന്ന സമയത്ത് ഭക്തിയോടെ
നമ്മൾ ജനഗണമന പാടുന്ന സമയത്തൊക്കെ നിൽക്കുന്നതിനേക്കാൾ ഭക്തിയോടെ ഈ ടീം ഇങ്ങനെ തന്നെ അവരെ ഡ്രസ്സിൽ ഇങ്ങനെ നിന്ന് ഭക്തിയോടെ കേൾക്കുകയാണ്. ഈ മുസ്ലിം സ്ത്രീകൾ സ്റ്റേജിൽ കയറ്റി ഇങ്ങനെ അനുവദനീയമല്ലാത്ത പാട്ട് പാടിക്കുന്നതിന് എങ്ങനെ അംഗീകാരം കൊടുക്കാൻ പറ്റും? അതേപോലെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അപ്പോഴേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോഴേക്ക് ഇവർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കെതിരാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ആരോഗ്യപരമായ പരിപാടിക്ക് ഒറ്റക്കും കൂട്ടായും എന്ത് പരിപാടിയും നമ്മൾ സംഘടിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയത്ത് കുഫറിലും ശിർക്കിലും ബിദ്അത്തിലും പോകാനുള്ള വഴികൾ അടച്ചു കളയുക തന്നെ വേണം. നമ്മൾ അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅ്മത്താണ്. അല്ലാഹു നമ്മെ ഈമാനിൻ്റെയും തഖ്വയുടെയും വഴിയിൽ നിർത്തി എന്നത്. അതിന് നമുക്ക് മഹത്തായ പണ്ഡിതന്മാരുടെ നേതൃത്വമുണ്ട്. പണ്ഡിത നേതൃത്വമില്ലാതെ ഏതെങ്കിലും ഒരു ടീം പ്രവർത്തന രംഗത്ത് വരുമ്പോൾ അവർക്ക് ഏതാണ് ഹലാൽ എന്നറിയില്ല, ഏതാണ് ഹറാം എന്നറിയില്ല, എന്താണ് അനുവദിക്കപ്പെട്ടതെന്നറിയില്ല, എന്താണ് വിരോധിക്കപ്പെട്ടതെന്നറിയില്ല. അവർക്ക് ആളുകൾക്കിടയിൽ പേര് ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് പകരം നമുക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അതിരുവരമ്പുകൾ ലംഘിക്കാത്ത വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് വേണം. സാമ്പത്തിക രംഗത്തുയരണം, ആരോഗ്യരംഗത്തുയരണം, മറ്റുള്ള എല്ലാ രംഗത്തും ഉയരണം. അതിന് ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ലഭിച്ചവരാണ് നമ്മൾ എന്നതിൻ്റെ പേരിൽ പടച്ചവന് പ്രത്യേകം സ്തുതിക്കണം. അൽ ഹാമിദൂൻ അസ്സാഇഹൂൻ, നോമ്പെടുക്കുന്നവരാണവർ. അറാക്കിഊൻ അസ്സാജിദൂൻ, റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവരാണവർ. അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിക്കുന്നവരും ചീത്തക്കാര്യം വിരോധിക്കുന്നവരുമാണവർ. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, ഏത് വിഷയം വരുമ്പോഴും അള്ളാഹുവിൻ്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ചു പോകണം. അത് ഹലാലാണോ ഹറാമാണോ, പാടുള്ളതാണോ പാടില്ലാത്തതാണോ. വമഫാസിദു ഖുറൂജിഹിന്നൽ ആന മുഹഖഖത്തുൻ ഫയംബഗിൽ ജസ്മു ബിത്തഹരീം എന്ന കിതാബിൻ്റെ ഇബാറത്ത് ധാരാളം ഉദ്ധരിച്ചവരാണ് നാം. അതായത് സ്ത്രീകൾ പൊതുപ്രവർത്തനത്തിനു വേണ്ടി പൊതുരംഗത്തിറങ്ങി അന്യപുരുഷന്മാരുമായി ഇടകലർന്ന് പ്രവർത്തിക്കുന്നതിന് കാരണമാകുന്ന വിധത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി ഹറാമാകുമെന്ന് ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തിയതാണ്. അത് സമൂഹത്തെ പഠിപ്പിച്ചവരാണ് നമ്മൾ, അത് ഉൾക്കൊള്ളിച്ചവരാണ് നമ്മൾ. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആണും പെണ്ണും ഇടകലർന്ന് ഏതെങ്കിലും യുക്തിവാദികളെപ്പോലെ, മതവിരോധികളെപ്പോലെ, മതനിയമം സ്വീകരിക്കാത്തവരെ പോലെ നമ്മളെ ആളുകളും അതേപോലെ ആയിപ്പോകുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. നമ്മൾ വൽ ഹാഫിളൂന ലിഹുദൂദില്ല, എവിടെയും അള്ളാഹുവിൻ്റെ അതിരുവരമ്പുകൾ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകണം. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ലക്ഷണങ്ങളൊക്കെ ഒത്ത പ്രവർത്തകന്മാരാകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ശേഷം അല്ലാഹു തആല വിശദീകരിച്ച് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. നിങ്ങൾ സത്യം പറയുന്ന ടീമിൻ്റെ കൂടെ ആയിരിക്കണം. ഏതെങ്കിലും ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് പോകാൻ പാടില്ല. മകാന ലിഅഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അറാബി അൻ യതഖല്ലഫു അൻ റസൂലില്ലാഹി വലാ യർഗബു ബിഅൻഫുസിഹിം അൻ നഫ്സി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അന്നത്തെ ഏറ്റവും വലിയ നേതൃത്വം. ഇന്നും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നമുക്ക് നേതൃത്വം. ആ നബി തങ്ങളുടെ നിർദ്ദേശം എത്തിച്ചു തരുന്നവരാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. വലാ യർഗബൂ ബിഅൻഫുസിഹിം അൻ നഫ്സിഹി, നബി തങ്ങളെ അങ്ങോട്ട് വിട്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കുക എന്ന നിലക്ക് ആരും നീങ്ങാൻ പാടില്ല. ذلك بأنهم لا يصيبهم ظمأ ولا نصب ولا مخمصة في سبيل الله. എന്തുകൊണ്ട് എത്ര തന്നെ നമുക്ക് ദാഹിച്ചാലും, എത്ര തന്നെ പ്രയാസം അനുഭവിച്ചാലും, എത്ര തന്നെ വിശന്നാലും, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിലാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ, വലാ യതഊന മൗതിഅൻ യുഖീലുൽ കുഫാറ, സത്യനിഷേധികൾക്ക് നമ്മുടെ പ്രവർത്തനം പലതും ഇഷ്ടപ്പെടുകയില്ല.
അവർക്ക് വെറുപ്പ് പിടിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് ചവിട്ടടികൾ എടുത്തു വെച്ചാലും വലായനാലൂനമിൻ അതുവിൻ നൈലൻ, ഏത് ശത്രുക്കൾ നമ്മെ എത്ര തന്നെ പഴിചാരി പറഞ്ഞാലും, എത്ര തന്നെ തെറി വിളിച്ചാലും, എത്ര തന്നെ കല്ലെറിഞ്ഞാലും, എന്ത് ശത്രുക്കളിൽ നേരിടേണ്ടി വന്നാലും ഇല്ലാ കുത്തിബലഹും ബിഹി അമലുൻ സാലിഹ്, അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയാണോ നമ്മുടെ പ്രവർത്തനം, എന്നാൽ അതൊരു വലിയ സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ, ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രവർത്തനം അള്ളാഹു ഒരിക്കലും വെറുതെയാക്കൂല. ഈ ഒരു ചിന്തയിൽ നമ്മൾ അൽഹംദുലില്ലാഹ് സജീവമായ പ്രവർത്തന രംഗത്ത് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ മുറുകെ പിടിച്ച് ഈമാനും തഖ്വയും കൈമുതലാക്കി അങ്ങനെയുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുത്ത് ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും ജനങ്ങൾക്കും സേവനം ചെയ്യാൻ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ടീം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് പ്രതിജ്ഞയെടുത്തവരാണെന്ന നിലക്ക് നമ്മുടെ ഇനം അംഗങ്ങളെല്ലാവരും സജീവമായി സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്തുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. നിങ്ങൾ ചെറിയത് സംഭാവന കൊടുത്താലും വലിയത് സംഭാവന കൊടുത്താലും ഏത് താഴ്വരയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നാലും അവിടെയെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കും എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തന രംഗത്ത് സജീവമാകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവുകയില്ല. വലിയ തീഷ്ണമായ പരീക്ഷണം സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടായ ഒരു സമയം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നങ്ങളിപ്പോൾ പറഞ്ഞാൽ തീരൂല. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത, ഇന്നത്തെ ഈ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ചിലപ്പോൾ ഊഹിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യം, ഒരു ബസ്സിൽ കയറി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം സുബ്ഹാനല്ലാഹ് നമ്മുടെ പ്രസ്ഥാന രംഗത്ത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ തന്നെ അനുഭവിച്ചത് എനിക്ക് ഓർമ്മയിലുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയാൽ പരിഹാസം, സുബ്ഹാനല്ലാഹ് ബസ് കയറിയാൽ പരിഹാസം, അങ്ങനെ ഒരു സ്ഥലത്തും പോയിക്കൂടാത്ത സാഹചര്യം ഒക്കെ നമ്മുടെ പ്രസ്ഥാന രംഗത്ത് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പടപൊരുതിയപ്പോൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാവരും നേരത്തെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞവരൊക്കെ വരുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്ന നിലക്ക്, നമ്മളുമായി കൂടുന്ന നിലക്ക് എല്ലാവരും നമ്മൾ അംഗീകരിക്കാൻ കാരണമായത് നമ്മൾ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ സഹായമാണ്. ആ ബോധത്തോടുകൂടി നമ്മളൊരല്പവും പിന്നോട്ട് പോകാതെ നമുക്ക് ആരോടും വൈരാഗ്യമുണ്ടാകരുത്, ആരോടും വിദ്വേഷമുണ്ടാകരുത്, ആരോടും വെറുപ്പുണ്ടാകരുത്, ആരെയും നിന്ദിക്കരുത്, ആരെയും തെറി പറയരുത്, നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നിലും കടക്കരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് എന്ന് തെർക്കുഹുമാലായനി, ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടാതിരിക്കുക. എന്തെല്ലാമോ സംഭവങ്ങൾ എവിടെയെല്ലാമോ നടക്കുന്നുണ്ടാവും, അതിലൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്തതിലൊന്നും കടക്കാതെ നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന ഒരുപാട് പരിപാടികളിൽ ഒന്നാണ് നമ്മുടെ SYSൻ്റെ പ്ലാറ്റിനം ജൂബിലി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു വലിയ വർഷം വരാനുണ്ട്. അവിടെയും മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നത് ചെറിയ SSF മുതൽക്ക് അതിൻ്റെയും താഴെയുള്ള കുട്ടികൾ മുതൽക്ക് പ്രായം ചെന്ന നമ്മുടെ ഉസ്താദുമാരും ആലിമീങ്ങളും നേതാക്കളും വരെ എല്ലാവരും കൂടിയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കേരള മുസ്ലിം ജമാഅത്ത്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയ പരിപാടികൾ അടുത്ത വർഷം വരാനുണ്ട്. ഈ പ്രസ്ഥാനത്തിന് മുഴുവനും നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ 100ാം വാർഷികം, അതിനേക്കാൾ ഇതിനെ എല്ലാറ്റിനെയും വിജയം ഒന്നിച്ച് കാണിക്കാനുള്ള സമ്മേളനവും പരിപാടിയൊക്കെ
വേറെ വരാനുണ്ട്. അതിനൊക്കെ സജ്ജമായി നിൽക്കണം നിങ്ങളെല്ലാവരും എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.